ക്ലീൻ ചെയ്യാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇത് നമ്മുടെ സ്റ്റോർ റൂമാണ് കേട്ടോ. കുറേ കാലമായിട്ട് ഇങ്ങനെ കച്ചറ പിടിച്ച് കിടക്കുകയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇത് വെടുപ്പാക്കിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കണം, ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു കോർണർ സെറ്റ് ചെയ്യണം എന്നൊക്കെ. അതൊക്കെ വിചാരം മാത്രമായിട്ട് ഇരിക്കാറുള്ളൂ, പ്രവർത്തിക്കാറില്ല. അങ്ങനെ ഫൈനലി ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഒരു ദിവസം ഫുൾ ഡേ ലീവ് എടുത്തിട്ട് ഈ റൂം അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പഴയ തുണികളൊക്കെ എടുത്ത് കത്തിച്ച് മാറ്റി വിരിച്ച് കുറേ കച്ചറൊക്കെ എടുത്ത് മാറ്റി. ഇതിൽ ഫുൾ എൻ്റെ ബുക്കുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു. ഈ റൂമൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഫൈനലി ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഈ ഒരു കവറിലുണ്ടല്ലോ കുറേ കാലമായിട്ട് ആർക്കും വേണ്ട എൻ്റെ സിൽവർ പ്ലേ ബട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ ആ റൂം ഫുള്ള് കംപ്ലീറ്റ് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഐറ്റംസ്, ആ ഒരു സ്റ്റോറേജ് ബോക്സുകളൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസ് കാണിക്കാം കേട്ടോ. ഇത് വന്നിട്ടൊരു കാർപ്പറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, ഇതിൽ അഴുക്കായാലും പൊടിയായാലും ഒന്നും അറിയില്ല, അങ്ങനത്തെ ഒരു കളറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു കളർ കാർപ്പറ്റ് കേട്ടോ. ഇതിന് ഒത്തിരി വിലയൊന്നുമില്ല. നമുക്കിത് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലോർ മാറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് ഇവിടെ വിരിക്കാനും പിന്നെ കുറച്ചൊന്ന് ഹോളിലോട്ട് വിരിക്കാനും അങ്ങനെയായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതാണ്, കിട്ടാണ്. ഞാൻ ചെയിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ലിങ്കുകൾ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു സെറ്റ് കർട്ടൻ വാങ്ങിയിട്ടുണ്ട്. ആമിക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനും എൻ്റെ കൂടെ ഇങ്ങനെ ക്ലീനിങ്ങിന് നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ പട്ടികയിലേ ഇല്ലാത്തൊരു കാര്യമാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല ക്ലീനിങ്. കുക്കിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലീൻ ചെയ്യാൻ കുറച്ച് മടിച്ചാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഒരു വിൻഡോയിൽ നമ്മളൊരു സെറ്റ് കർട്ടൻ വിരിച്ചിട്ടുണ്ട്. 2 ഷെയ്ഡാണ് വാങ്ങിയിട്ടുള്ളത്. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കത് യൂസ് ചെയ്യാമല്ലോ. മറ്റേ വിൻഡോയിലേക്ക് ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം ഇതെങ്ങനെയുണ്ട് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് മക്കളെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതാണ്, നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം ഇനി ഒരു സെറ്റും കൂടെ വാങ്ങിക്കണം അപ്പുറത്തെ വിൻഡോയ്ക്ക്. പിന്നെ ഈ ഒരു ഹാങ്ങിങ് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്താണെന്നറിയോ, അത് സ്റ്റിക്ക് ചെയ്യാനുള്ള ഹുക്കും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നമുക്ക് സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഇല്ല, ആമിയുടെ നല്ല ഭംഗിയുള്ള മൈക്രോ ഫൈബർ ടോയ്സൊക്കെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാം. നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങി. പിന്നെ ഒരു കുഞ്ഞു ടേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു സ്നേക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഐറ്റംസ് ലിങ്ക് കിട്ടുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അങ്ങനെ എല്ലാം ഒതുക്കി പെറുക്കി സെറ്റാക്കി നമുക്കൊരു വീഡിയോ കോർണർ ഞാൻ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഹാങ് ചെയ്യണ ഐറ്റം നല്ലതാണ് കേട്ടോ, വളരെ നല്ലതാണ്. ആമി അതിൽ വലിയ കാറും കാര്യങ്ങളൊക്കെ കൊണ്ടു, അത്രയൊന്നും അത് താങ്ങില്ല. സോഫ്റ്റ് ടോയ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ നല്ലൊരു ഡെക്കറേറ്റ് ആണ്. ഭയങ്കര ആഡംബരമായിട്ടൊന്നും ചെയ്തില്ല, വളരെ സിമ്പിളായിട്ട് നമ്മളൊരു വീഡിയോ കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ.